നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. ഈ അടുക്കളയിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ, അശ്രദ്ധമായി പോയാൽ ആ കുടുംബത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും വിട്ടുമാറൂല. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ആ പ്രയാസങ്ങൾ നമ്മൾ നീക്കിക്കളയണം. അപ്പോൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലും ജോലിയിലും കുടുംബത്തിലൊക്കെ ബറക്കത്തുണ്ടാകാൻ അടുക്കളയിൽ പ്രത്യേകം നമ്മൾ ഓതേണ്ട ചില ആയത്തുകളും സൂറത്തുകളും ഉണ്ട്. അത് ഏതാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫസലിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈനൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട അൻവാർ ഫസലിൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ ഭാഗമായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമുക്ക് അല്ലാഹു ഇടം നൽകട്ടെ. നമ്മുടെ മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു മാറ്റി ഒരു റാഹത്തുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കാണുന്ന, പഠിക്കുന്ന, പറയുന്ന, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, കമൻറ്റിലൂടെ സന്തോഷങ്ങൾ എഴുതിയറിയിക്കുന്ന, ലൈക്ക് ചെയ്തിട്ട് ഇതിൽ ഭാഗവാക്കിയാകുന്ന ഒരുപാട് പേര് ദുആ കൊണ്ട് കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ പല പള്ളിക്കാട്ടുകളിൽ കിടക്കുകയാണ്. അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും സ്വർഗീയ ആനന്ദത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ജീവിതചര്യകളും സുന്നത്തുകൾ, ആ സുന്നത്തുകൾ മതിയാകും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറ്റാനും വല്ലാത്ത ബറക്കത്ത് കൊണ്ടുവരാനും. ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രത്യേകിച്ച് ഉമ്മമാരുടെ കൽബിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലേണ്ട ഒരു വിഷയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന് പറയും. സ്റ്റാർട്ടിങ് അടുക്കളയാണ്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, കൃത്യമായി അതിൻ്റെ സ്ഥാനങ്ങൾ നിർണയിച്ച് തന്നെ നമ്മൾ പടുതുയർത്തേണ്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. അടുക്കള ഏറ്റവും ആ കുടുംബത്തിലെ ബറക്കത്തിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ 4 കാര്യങ്ങൾ അടുക്കളയിൽ അശ്രദ്ധമായി പോയാൽ, ശ്രദ്ധിക്കാതെ പോയാൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും വിട്ടുമാറില്ല. സൂറത്തുൽ വാഖിയ ഓതുന്നുണ്ട്, പക്ഷെ അത് ഫലവത്താകുന്നില്ല. എന്തുകൊണ്ട്? അടുക്കളയിലെ ചില സുന്നത്തുകൾ നമ്മൾ പരിഗണിക്കാതെ പോകുന്നു, ചില വിഷയങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു എന്നതാണ് കാരണം. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള ഭവനമാക്കി നമ്മുടെ വീടിനെ അള്ളാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീട്ടിലെ ഏറ്റവും ഐശ്വര്യത്തിൻ്റെ കേന്ദ്രം അടുക്കളയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ഉറവിടം എന്താവും? അടുക്കളയാവും. ഈ ഒരു ബോധം ഉമ്മമാർക്ക്, പ്രത്യേകിച്ച് ഉപ്പമാർക്ക് വേണ്ടെന്നല്ല, ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മുടെ ഈ ക്ലാസ്. ഇവിടെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ബറക്കത്തുള്ളൊരു സ്ഥലമാണ് നിസ്കാര റൂം. പ്രയർ റൂം ഉണ്ടാവുമല്ലോ, നിസ്കാര റൂം. അതുള്ള ആ റൂമിൽ വല്ലാത്ത ബറക്കത്തുണ്ടാവും. എന്തുകൊണ്ട്? ഏറ്റവും ബറക്കത്തുള്ള നിസ്കാരം അവിടെ നടക്കുന്നുണ്ട്. ബെഡ്റൂമിലും ഒട്ടനവധി ബറക്കത്തുകളുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും യാസീൻ ഓതുന്നത്, ഇപ്പോൾ നിസ്കാര റൂം പ്രത്യേകമില്ലാത്ത, പ്രയർ റൂമില്ലാത്ത പല വീടുകളിലും ബെഡ്റൂമിലാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അവിടെ ബറക്കത്തുണ്ടാവും. കാരണം എന്താ? നിസ്കാരമുണ്ട്, ഖുർആനോത്തുണ്ട്, ദിക്റുണ്ട്, പലതും ഉണ്ട് അവിടെ, അല്ലേ? എന്നാൽ ഭൂരിഭാഗവും ഖുർആനോത്തും ദിക്റും സ്വലാത്തുകളൊന്നും നടക്കാത്ത, അധികവും നടക്കാത്ത ഒരു ഏരിയയാണ് ഏത്? നമ്മുടെ കിച്ചൺ, നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കള എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെയാണ് ബറക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം വേണ്ടത്. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത കുടുംബങ്ങളിൽ തീർച്ചയായും അടുക്കളകളിൽ ബറക്കത്തുണ്ടാവില്ല ആ വീട്ടിൽ എന്ന് കാണാം. അതിൽ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നലാഫത്തില്ലാത്ത അടുക്കള. ആ കുടുംബത്തിൽ തന്നെ ബറക്കത്തുണ്ടാവില്ല. നലാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തിയാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഭാഗമാണ് വൃത്തി എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെ നലാഫത്താണ്. അള്ളാഹുവിന് വൃത്തി വല്ലാത്ത ഇഷ്ടമാണ്. അത് അടുക്കളയിൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം ഉമ്മമാർ. അടുക്കളയിൽ വൃത്തികേട് വന്നാൽ, അടുക്കളയിൽ ദുർഗന്ധങ്ങൾ ഉണ്ടായാൽ, അടുക്കളയിൽ പ്രിയപ്പെട്ടവരെ പിന്നെ ദുർഗന്ധം വന്നിട്ട് അവിടെ ഈച്ച പറക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും അവിടെ ക്ലീനിങ് കുറവാണ്, നലാഫത്ത് കുറവാണ്. അവിടെ നിന്ന് ബറക്കത്ത് പതുക്കെ പുറത്തിറങ്ങിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ശ്രദ്ധിക്കണം. അടുക്കളയിൽ ഈ അടിച്ചുവാരിയതിൻ്റെ
തിരക്ക് പിടിച്ചിട്ട് ഉമ്മമാർ അടിച്ചു വാരും. എന്നിട്ട് അടുക്കളയുടെ വാതിലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചൂല് ചാരി വെച്ചിട്ടുണ്ടാവും. ആ അടിച്ചു വാരിയ വേസ്റ്റ് പിന്നെ എടുത്ത് കളയാമെന്ന് കരുതിയിട്ട്, അവിടെ വെക്കാനല്ല, പിന്നെ കളയാമെന്ന് കരുതിയിട്ട് ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും. തീർച്ചയായും ആ കുടുംബം മുഴുവനും ദാരിദ്ര്യത്തിൻ്റെ കുടുംബമാണ്. എത്ര കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല, ആ കുടുംബത്തിൽ നിന്ന് ബറക്കത്ത് പോവും. ബറക്കത്ത് പോയാന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പുറമേ നോക്കുമ്പോൾ കാറുണ്ട്, വാഹനമുണ്ട്, നല്ല ബിൽഡിംഗ് ആണ്, 2 നിലയാണ് 3 നിലയാണ്, ഒക്കെയാണ്. പക്ഷേ ബറക്കത്ത് പോയാൽ ആ കുടുംബം അനുഭവിക്കും പ്രയാസങ്ങൾ. ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വേസ്റ്റുകൾ അടിച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടിയിടുന്ന ഒരു റൂമിലും പാടില്ല. പ്രത്യേകിച്ച് അടുക്കളയിൽ അടിച്ചു വാരിയത് കൂട്ടിവെക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അടിച്ചു വാരി ചേർത്താൽ പിന്നെ ഉടൻ തന്നെ അത് നമ്മൾ എടുത്തൊഴിവാക്കി കളയണം. അവിടെ ഇടാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി പാത്രങ്ങൾ വൃത്തിയായിട്ട് കഴുകുക. അത് യഥാർത്ഥത്തിൽ ഒരു ബറക്കത്തിൻ്റെ അടയാളമാണ്. രാത്രി പാത്രങ്ങൾ കഴുകാൻ ഇന്നിപ്പോൾ തൽക്കാലം ഒരു അസൗകര്യക്കേട് വേണ്ട എന്ന് കരുതിയിട്ട് ക്ഷീണമാണ് എന്നൊക്കെ നമുക്ക് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും. ഇന്നിപ്പോൾ പാത്രങ്ങളൊന്നും വാഷ് ചെയ്യണ്ട എന്ന് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ച് ഒരു മടി തോന്നിപ്പിക്കും. എന്തിനാണെന്നറിയോ? എന്തിനാ മടി? ഉമ്മമാർക്കൊരു മടി കൽബിലിട്ട് വരും. എന്തിനാ? പാത്രങ്ങൾ വാഷ് ചെയ്യാതെ ആ സിങ്കിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. യൂസ് ചെയ്ത പാത്രങ്ങൾ കഴുകാതെ തീർച്ചയായും ബറക്കത്തുകേടാണ്. കുറച്ച് ക്ഷീണമുണ്ടെങ്കിലും ആ ഉള്ള പാത്രം മിനിമം ഒന്ന് പതുക്കെങ്കിലും വാഷ് ചെയ്തിട്ട് നമ്മളതിനെ കമിഴ്ത്തി വെക്കാൻ പ്രത്യേകം ശ്രമിക്കണം. പാത്രങ്ങൾ ഒരിക്കലും വാഷ് ചെയ്യാതെ സിങ്കിലിട്ട് വെക്കുന്ന പതിവ് നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ, അടുക്കളയിലുണ്ടായാൽ, ആ കുടുംബത്തിൽ മുഴുവനും ബറക്കത്ത് നഷ്ടമാകുന്ന, ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാരണങ്ങളിലേക്ക് പോകും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒന്ന് മനസ്സിലായി, നലാഫത്ത്, വൃത്തി, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിയില്ലായ്മ ദാരിദ്ര്യം വിളിച്ചു കൊണ്ടുവരും. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒത്തുൽ ഇന, ഹദീസിൽ കാണാം, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. ഇപ്പോൾ പാത്രങ്ങൾ മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന പാത്രങ്ങൾ എന്ത് ചെയ്യുക? കഴുകുന്ന പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ അത് മലർത്തി വെക്കരുത്. പിന്നെന്താ, ഇനി എടുക്കുമ്പോൾ കഴുകല്ലേ ഉസ്താദ് എന്ന് കരുതിയിട്ട് പാത്രങ്ങൾ മലർന്നിരിക്കരുത്. പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം. ഇപ്പോൾ നമ്മൾ ഈ പാത്രങ്ങൾ വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ പ്രത്യേകം, ആ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡിൽ പാത്രങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചാണ് വെക്കുക. കമിഴ്ത്തി വെക്കാൻ പലപ്പോഴും അതിനകത്ത് സെറ്റപ്പ് ഉണ്ടാവില്ല. അങ്ങനെ ചെരിച്ചു വെക്കുകയാണെങ്കിൽ പോലും, കമിഴ്ത്തിയാണ് വെക്കേണ്ടത്, സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ചെരിച്ചു വെക്കാനേ സൗകര്യമുള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അലക്ഷ്യമായിട്ട് വെക്കാൻ പാടില്ല. പാത്രം കഴുകിയിട്ട് വെക്കുമ്പോൾ, സ്റ്റാൻഡിലേക്ക് വെക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വച്ചാൽ ആ പാത്രത്തിലേക്ക് ഒരു കാരണവശാലും ഇബ്ലീസിൻ്റെ പോലും കൈകൾ സ്പർശിക്കാൻ കഴിയുകയില്ല എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ പാത്രങ്ങൾ പരമാവധി മൂടി വെക്കുക, കഴുകിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ചില രാത്രികളിൽ അള്ളാഹുവിൻ്റെ ആകാശലോകത്ത് നിന്ന് വബാഉകൾ, വലിയ മാരകമായ രോഗങ്ങൾ, പരീക്ഷണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അത് പാത്രങ്ങൾ മലർത്തി വച്ചാൽ, തുറന്നു വച്ചാൽ അതിലേക്ക് ആ അള്ളാഹുവിൻ്റെ വബാഉകൾ, വലിയ മുസീബത്തുകൾ വന്നു ഭവിക്കാൻ കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. പ്രത്യേകിച്ച് വെള്ളമുള്ള പാത്രങ്ങൾ, ഭക്ഷണങ്ങളുള്ള വെള്ളമുള്ള പാത്രങ്ങൾ തീർച്ചയായും മൂടി വെക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ചൂടാണ്, വെള്ളത്തിന് ചൂടാണ്, ചൂടുള്ള വെള്ളം, നല്ല ചൂടാണ്, വെള്ളം കുടിക്കൽ എന്താ? ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തതാണ് ചൂടുള്ള വെള്ളം. നമുക്ക് ചൂടുവെള്ളം, ആളുകൾ പറയാറുണ്ട് നല്ല തീ ചൂടന വെള്ളം കിട്ടിയാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. യഥാർത്ഥത്തിൽ അത് പൈശാചികമായ ഒരു താല്പര്യമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ നിന്ന് ആവി പറക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടൂലത്. ആ ബറക്കത്തില്ലാത്ത ഫുഡ് എനിക്ക് വേണ്ട എന്ന് പറയും. ആ ആവി ആറിയതിന് ശേഷമേ അവിടെ നിന്ന് കഴിക്കാറുള്ളൂ. അപ്പോൾ ചൂടനെ വായിലേക്ക് ഇട്ട് വായൊക്കെ പൊള്ളിയിട്ട് തീർച്ചയായും ബറക്കത്ത് കെട്ട ഒരു ഭക്ഷണമാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഒരിക്കലും പാടില്ല. ഞാൻ പറയുന്നത് അത് വേറൊരു സബ്ജക്റ്റാണ്. ഏതായിരുന്നാലും നമ്മുടെ ഭക്ഷണപാത്രം അല്ലെങ്കിൽ ഭക്ഷണം ഒഴിച്ചു വെച്ച, വെള്ളം ഒഴിച്ചു വെച്ച, ചായ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ ചൂടുണ്ട്, ചൂടാറട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജഡ് ആണ്, ശുഗലിലാണ്, ആ ഗ്ലാസ്സാണ് മാറ്റി വെച്ചു. യഥാർത്ഥത്തിൽ തീർച്ചയായും അങ്ങനെ നീക്കി വെക്കുന്ന അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന, അതിൽ ഭക്ഷണം ഉണ്ട് അല്ലെങ്കിൽ വെള്ളമുണ്ട്, തീർച്ചയായും മൂടി വെക്കാതിരിക്കാൻ പാടില്ല. ആ മൂടി വെച്ചാൽ ചൂടാറാൻ പെട്ടെന്ന് എളുപ്പത്തിനാണ് എങ്കിൽ ചെറിയൊരു തടയെങ്കിലും അവിടെ വെക്കണമെന്നാണ്.
നമുക്ക് മൂടി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ കൊള്ളിക്കഷണം അതിൻ്റെ ക്രോസ് ആയിട്ട് വെക്കണം. ഒരു കൊള്ളിക്കഷണം എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ തീർച്ചയായും പിശാചിന് പോലും ആ മൂടി മാറ്റാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫുഡ് പോയിസൺ ഒക്കെ വരുന്നപ്പോഴാണ്. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണത്തിൽ ഫുഡ് പോയിസൺ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഭക്ഷണം പഴുകുമ്പോഴല്ല, പഴുകിയ ഭക്ഷണം ഫുഡ് പോയിസൺ ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഹോം മോർച്ചറിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭക്ഷണം വെച്ചു, തലേദിവസം ഉണ്ടാക്കിയതാണ്, കുറച്ച് കൂടി പോയി ഭക്ഷണം വെച്ചു, പിറ്റേന്ന് രാവിലെ എടുത്ത് ചൂടാക്കി കഴിക്കുക. യഥാർത്ഥത്തിൽ അതിലും നല്ലത് നമ്മൾ പുറത്തു പോയിട്ട് കാശ് കൊടുത്ത് രോഗം വാങ്ങിയിട്ട് കഴിക്കലാണ്, രോഗം വാങ്ങിക്കൊണ്ടുവരലാണ്. അതിൻ്റെ സമാനമാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഉണ്ടാകാനേ പാടില്ല. അതൊക്കെ സൂക്ഷിച്ച് ഉമ്മമാർ കൈകാര്യം ചെയ്യണം. ഭക്ഷണം കൂടുതൽ വന്നിട്ട് ഹോം മോർച്ചറി ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്. കാരണം നമ്മുടെ മക്കളും നമ്മളും രോഗിയായി പോകാമെന്ന് പറഞ്ഞാൽ രോഗിയായ മുഅ്മിനിനോട് അള്ളാഹുവിന് യഥാർത്ഥത്തിൽ ഇഷ്ടമില്ല എന്നാണ്. ആരോഗ്യമുള്ള മുഅ്മിനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗിയാവില്ല, മുഅ്മിന് രോഗമില്ല എന്നല്ല. മുഅ്മിന് രോഗം ഉണ്ടാവും, അത് അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന രോഗമാണ്. ഇതേപോലെ ഒരു ബോധമില്ല, ചിന്തയില്ലാതെ സ്വന്തം രോഗം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആ രോഗമല്ലേ ഇത്. നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭക്ഷണപാത്രങ്ങൾ അല്ലെങ്കിൽ വെള്ളപാത്രങ്ങൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? മൂടി വെക്കണം. മൂടി വെക്കാത്തത് കൊണ്ട് ഫുഡ് പോയിസൺ ഉണ്ടാവും. ചില പ്രാണികൾ പല ശല്യങ്ങളുണ്ടാകും അതിനകത്ത്. അത് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അത് ഫുഡ് പോയിസണായിട്ട് മാറിയിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖത്തുൽ ഇനാ, പാത്രങ്ങൾ മൂടി വെക്കണം. കഴുകിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം. ഇനി സൈഡിൽ ചാരി വെക്കുന്ന സ്റ്റാൻഡുകളിലാണെങ്കിൽ പോലും വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പ്രൊട്ടക്റ്റഡാണ്. ഇബ്ലീസിന് ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അക്രമകാരിക്കും ഓടാൻ പറ്റില്ല എന്നാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ വേസ്റ്റ് ബോക്സിൽ, പ്രത്യേകിച്ച് അടുക്കളയിലെ വേസ്റ്റ് ബോക്സ് ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് ഒരു കാരണവശാലും ചോറിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അംശങ്ങൾ അതിലേക്ക് കൊണ്ടുപോയി കൊട്ടുന്ന അവസ്ഥ ഒരു കുടുംബത്തിനുണ്ടായാൽ എത്ര വലിയ മുതലാളിയാണെന്ന് വിഷയമല്ല, തീർച്ചയായും ആ കുടുംബത്തിൽ ബറക്കത്തിൻ്റെ അവസ്ഥ മുഴുവനും തകരും. ദാരിദ്ര്യം വരും, ഉറപ്പിച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. എവിടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അള്ളാഹു സമ്പത്തിലായിരിക്കും പരീക്ഷണം തരിക, ചിലപ്പോൾ അള്ളാഹു ആരോഗ്യത്തിലായിരിക്കും പ്രശ്നം ഉണ്ടാകുക. വലിയ മുതലാളിയാണ്, പക്ഷേ ഒരല്പം മധുരം കഴിക്കാൻ നിവൃത്തിയില്ല, രോഗമാണ്. മധുരം കഴിച്ച കുഴപ്പമാണ് ഉണ്ടോ? കുടുംബത്തോടൊന്നിച്ച് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ആ ഭക്ഷണം വേണ്ട, എനിക്ക് ബീഫ് എനിക്ക് വേണ്ട എന്നാ പറയുക. എന്താ? കൊളസ്ട്രോളാണ്, ഒട്ടും വയ്യാന്നാ പറയാ ഉണ്ടോ? എന്നാൽ ലോകം മുഴുവൻ വാങ്ങിച്ചൂട്ടാനുള്ള കഴിവുണ്ട്, പക്ഷെ എന്താ? ആരോഗ്യമില്ല. ഇതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് ഭക്ഷണം നമ്മൾ വേസ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുവന്നിട്ടാൽ ഭക്ഷണം കൊണ്ട് തന്നെ പരീക്ഷിക്കും. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലെങ്കിൽ ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാതെ, രണ്ടും പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. രണ്ട് രീതിയിലും വരും. അപ്പോൾ ഒരു കാരണവശാലും ഭക്ഷണം വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതേപോലെ തന്നെ എന്താ ചെയ്യുക? നമ്മൾ വേസ്റ്റ് ബോക്സിൽ, പ്രത്യേകിച്ച് പത്തിരിയുടെ കഷണങ്ങൾ വേസ്റ്റ് ബോക്സിലിട്ടാൽ ദാരിദ്ര്യം ഉറപ്പാണ്, ഉലമാ പറയുന്നുണ്ട്. കാരണം അക്രീമുൽ ഖുബസ, പത്തിരിയെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരവോടെ കാണണം. അള്ളാഹിൻ്റെ വലിയ സമ്മാനമാണത്. ആ ഭക്ഷണങ്ങളൊക്കെ ഒരിക്കലും വേസ്റ്റ് ബോക്സിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇടാൻ പാടില്ല. ഇനി കുറച്ച് ബാക്കിയായി ബാലൻസായി എന്താ ചെയ്യുക? ആ ബാലൻസ് ആയത് നമുക്ക് അയൽവാസികൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ലാ. ഇനി അത് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ബാലൻസായ ഭക്ഷണത്തെ, ഒരു പിടി ഭക്ഷണം ബാലൻസായി ചെറിയൊരു പാത്രത്തിൽ ബാലൻസ് വന്നു, എന്ത് ചെയ്യുക? നമ്മളത് നമ്മുടെ വീട്ടിലുള്ള പൂച്ചകൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭക്ഷണമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ നായക്ക് പോലും ഭക്ഷണമായിട്ട് കൊടുത്താൽ അത് മതിയാകും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നന്മയുടെ പുസ്തകം വായിക്കുമ്പോൾ വലിയ അമലായിട്ട് വരാൻ. ആ വേസ്റ്റ് ബോക്സിലേക്ക് തട്ടി അത് നശിപ്പിച്ച് കളയേണ്ടതിന് പകരം നമ്മളൊരു മിണ്ടാപ്രാണിക്ക് വെച്ച് നീട്ടിയാൽ, നമ്മുടെ വീട്ടിലെ പൂച്ചക്കാണ് നമ്മൾ കൊടുത്തത്, യഥാർത്ഥത്തിൽ ആ വീട്ടിലെ ബറക്കത്ത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണാൻ പറ്റില്ല. അത്രയേറെ അത്ഭുതകരമായി ബറക്കത്തുണ്ടാവും. പക്ഷേ അത് വേസ്റ്റ് ബോക്സിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ അത് കണ്ടിട്ട് ആ ഒരു അളവ് ഒക്കെ നമ്മൾ നോക്കണം. എത്ര അളവ് നോക്കിയാൽ ചിലപ്പോൾ വേസ്റ്റ് മാറേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത് അത് തീർക്കണം. ഒരിക്കലും അതിനെ ബഹുമാനക്കേടിൽ വേസ്റ്റ് ബോക്സിലേക്ക് ഭക്ഷണം വിടാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ബിസ്മി. ഏതു ഭാഗത്താണ് ബിസ്മി ഇല്ലാത്തത്? വഹു ആപത്തർന്ന, അത് യഥാർത്ഥത്തിൽ ബർക്കത്ത് കെട്ട പരിപാടിയാണ്. എവിടെയും അങ്ങനെയാണ്. ഒരാൾ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങാമ്പോൾ രാവിലെ ആദ്യമായിട്ട് ചായക്ക് വെള്ളം വെച്ചിരിക്കാൻ, ആ വെള്ളം വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അടുക്കളയിലേക്ക് കയറിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എങ്കിലേ അവിടെ ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ. എല്ലാറ്റിലും അങ്ങനെയാണ്. ഭക്ഷണം വിളമ്പിയെടുക്കുകയാണ്, നമ്മുടെ കുക്ക് ആയ പാത്രത്തിൽ നിന്ന് വിളമ്പിയെടുക്കുകയാണ്, അപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ട,
അവിടെ എല്ലാം ബിസ്മിയാണ്, എല്ലാറ്റിലും ബിസ്മി കയറി വരണം. എവിടെയാണ് ബിസ്മി ഇല്ലാത്തത്? അരിക്ക് വെള്ളം വെക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അരി നമ്മൾ കഴുകിയിട്ട് ഇടുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ. ബിസ്മി ഇല്ലാത്തത് അബത്തറാണ്, അത് ബറക്കത്ത് കെട്ടതാണ്. അപ്പോൾ ബിസ്മി ഇല്ലാത്ത അവസ്ഥ നമ്മുടെ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ ഉമ്മ അൽഹംദുലില്ലാ അല്ലെങ്കിൽ സഹോദരി ബിസ്മി ഇല്ലിട്ട് അങ്ങോട്ട് കയറാം. പടച്ചോനെ ബറക്കത്ത് നൽകണേ അല്ലാ, എത്ര നിഅമത്തുണ്ടാവും. അത് ചൊല്ലാത്തപ്പോൾ ഒരു കാരണവശാലും ബറക്കത്തുണ്ടാവില്ല. ഞാൻ ഇന്നലെ യാസീൻ ഓതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ അടുക്കളയിൽ ബിസ്മി ഉണ്ടാകണം. ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട് ബിസ്മി അടുക്കളയിൽ വേണം. രണ്ടാമത്തെ കാര്യം ആയത്തുൽ കുർസി വേണം. വല്ലാത്ത ബറക്കത്തുണ്ടാവും. ആ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം ഉണ്ടാവും, വല്ലാത്ത റാഹത്തുണ്ടാവും, വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ലഖദ് ജാഅക്കും സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് അത് അതിനകത്ത് ഓതണം. ബിസ്മി പോലും ഇല്ലല്ലോ, അഴുത് ഓതിയിട്ട് 2 ആയത്ത് ഓതാം. അതേപോലെ സ്വലാത്ത്, അത് നമ്മൾ അടുക്കളയിലേക്ക് വർക്ക് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ സ്വലാത്ത് ഒരു വർക്കത്തിന് വേണ്ടി ഒരു സ്വലാത്തെങ്കിലും ചുരുങ്ങിയത്, അതിൻ്റെയൊക്കെ വർക്കത്ത് അടുക്കളയിൽ ഉണ്ടാകും. അപ്പോൾ അടുക്കളയിൽ ഈ പറയുന്ന പരിശുദ്ധമായ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തും ആയത്ത് കുർസി, അപ്പോൾ ഏകദേശം 3 ആയത്ത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്തി പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമുക്ക് വേണം, സ്വലാത്ത് വേണം. ഈ 4 കാര്യങ്ങൾ അടുക്കളയിൽ കൊണ്ടുവന്നാൽ ബറക്കത്ത് നന്നായിട്ട് നിറഞ്ഞു വരും, റാഹത്താകും. 4 കാര്യങ്ങൾ അശ്രദ്ധമായി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ബറക്കത്ത് കേടുണ്ടാവും. ഈ കാര്യങ്ങൾ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്തുള്ള ജീവിതവും കുടുംബവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മുടെ അൻവാറെ ഫജറിൻ്റെ ക്ലാസ് ഈ പ്രഭാതത്തിന് ഫജറിൻ്റെ നേരത്ത് ഓടി വന്ന് കാത്തിരിക്കുന്ന, അത് കേൾക്കുന്ന എല്ലാ ഉമ്മ ഉപ്പമാർക്കും സന്തോഷങ്ങൾ നൽകട്ടെ, അല്ലാഹു വിജയം നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. ഒരുപാട് പേര് ഖൽബ് തുറന്നിട്ടാണ് ദ്വാരക്കുന്നത്. എത്ര പേരാണ് കമൻ്റൊന്നും പറഞ്ഞിട്ട് മതിയാകുന്നില്ല ഉമ്മമാർക്ക് ഉപ്പമാർക്ക്. എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യം കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ ദുആയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഊർജ്ജവും അതിൻ്റെ സന്തോഷവും. നിങ്ങളുടെ ഒരു കമൻറ്റും നിങ്ങളുടെ ഒരു ലൈക്കും നിങ്ങളുടെ ദുആയും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഈ വഴിയിലുള്ള സഞ്ചാരത്തിന് വളരെ സന്തോഷം നൽകുന്ന, ആക്റ്റീവ് ആകാനുള്ള ഒരു മൂഡ് നൽകുന്ന നന്മയാണ്. അള്ളാഹു സന്തോഷം നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله